ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ദേവസ് ഓർക്കിഡേറിയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കാറ്റ്ലിയയുടെ തന്നെ വേറൊരു വളരെ റിവാർഡിംഗ് ആയിട്ടുള്ളൊരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. കാറ്റ്ലിയ പെറ്റൈറ്റ് സ്റ്റാർ. ബേസിക്കലി അതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം, പലർക്കും ബ്രാസോ കാറ്റ്ലിയ വെറൈറ്റി ആയിട്ട് മനസ്സിലാവും. ശരിക്കും ഇത് പ്യുവർ ബ്രാസോ കാറ്റ്ലിയ വെറൈറ്റി അല്ല, ബ്രാസോ ലൈലോ കാറ്റ്ലിയാണ്. അതായത് ബ്രാസോ കാറ്റ്ലിയെ ലൈലോ കാറ്റ്ലിയ ആയിട്ട് ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. ശരിക്കും ഇതിൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്രാസോ കാറ്റ്ലിയ റിച്ചാർഡ് മുള്ളറാണ്. അത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാസോ കാറ്റ്ലിയാണ്. അതിനെ ലൈലെ റുബിസൻസുമായിട്ട് ലൈലെ വെറൈറ്റി ആയിട്ട് ക്രോസ് ചെയ്താണ് ഈ ഒരു നല്ല കളറും പീച്ച് കളറും ആ സ്പോട്ട്സും ഈ ഒരു ബ്രാസോ കാറ്റ്ലിയയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിച്ചാർഡ് മുള്ളറിൻ്റെ ഷേപ്പ്, ഫ്ലവേഴ്സിന് റിച്ചാർഡ് മുള്ളറിൻ്റെ ഷേപ്പും ആ പ്ലാന്റിനും റിച്ചാർഡ് മുള്ളറിൻ്റെ ഷേപ്പ് കിട്ടി. റിച്ചാർഡ് മുള്ളറിൻ്റെ കളർ ചേഞ്ചിങ് പ്രോപ്പർട്ടി ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം വിരിയുമ്പോൾ പീച്ചാണ്, പിന്നെ ഗ്രാജ്വലി അത് ഓഫ് വൈറ്റ്, പിന്നെ ഒരു യെല്ലോയുടെ അടുത്തോട്ട്, വളരെ ലൈറ്റ് യെല്ലോയുടെ അടുത്തോട്ട് ഫ്ലവേഴ്സ് മാറും. പിന്നെ അടുത്ത പാരൻ്റ് എന്ന് പറയുന്നത് ലൈലിയാണ്. ലൈലിയയുടെ ആ പിങ്ക് ഹ്യൂ ഇതിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എസ്പെഷ്യലി ലൈലിയയുടെ ലിപ്പിലുള്ള പിങ്ക് ഹ്യൂസും ഈ പ്ലാന്റിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു സീസണും ഇല്ല, വർഷം മുഴുവൻ നന്നായി ഫ്ലവർ ചെയ്യും. എല്ലാ സ്യൂഡോ ബൾബ്സിലും നമുക്ക് പുതിയ പുതിയ ഫ്ലവേഴ്സ് കിട്ടും. പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിലൊരു 8 മാസവും ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ബ്രൈറ്റ് ലൈറ്റിൽ വയ്ക്കണം, ഇൻഡയറക്റ്റ് സൺലൈറ്റ് ബ്രൈറ്റ് ലൈറ്റിൽ വയ്ക്കുക. ഒരു പ്രാവശ്യം നനച്ച് കഴിഞ്ഞാൽ അടുത്ത നനയുന്നതിന് മുമ്പ് മീഡിയം നന്നായിട്ട് ഡ്രൈ ആവുക. അപ്പോൾ ഇതിന് എന്ത് മീഡിയമാണ് സ്യൂട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഹസ്കോ, കോളോ, അല്ലെങ്കിൽ പൈൻ ബാർക്കോ, ലാവാ റോക്കോ, നിങ്ങളുടെ വാട്ടറിങ് ഹാബിറ്റിനനുസരിച്ചുള്ള ഏത് മീഡിയം, ഈവൻ മോസിൽ വേണമെങ്കിലും നമുക്ക് വളർത്താം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഏത് മീഡിയം ആണെന്നുണ്ടെങ്കിലും ആ മീഡിയം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വീണ്ടും റീവാട്ടർ ചെയ്യാവൂ. അതാണ്, ഓവർ വാട്ടറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ. പിന്നെ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. വളരെ ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് വളർത്താം. മൗണ്ട് ചെയ്യാൻ വളരെ നല്ല പ്ലാന്റാണ്. ചെറിയൊരു പനയിലോ അല്ലെങ്കിൽ മരത്തിൽ കുറച്ച് ബ്രൈറ്റായിട്ട് വെളിച്ചം കിട്ടുന്ന സ്ഥലങ്ങളിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ഒരു സർക്കിൾ പോലെ ഫോം ചെയ്തെടുത്ത് നിറയെ ഫ്ലവറുമായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റിയാണ് കാറ്റ്ലിയ പെറ്റൈറ്റ് സ്റ്റാർ. ഇതിന് ഫ്രാഗ്രൻസ് ഇല്ല നോർമൽ കാറ്റ്ലിയകളെ പോലെ, പക്ഷേ ഇതിൻ്റെ ആ ഫ്ലവേഴ്സ് ബഞ്ചസ് ആയിട്ട് നമുക്ക് കൂടുതലുണ്ടാകുമ്പോൾ വളരെ കെയർഫ്രീ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഇനി പുതിയൊരു കാറ്റ്ലിയയോ അല്ലെങ്കിൽ പുതിയൊരു ഓർക്കിഡ് വെറൈറ്റികളെയോ പറ്റി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.